നമസ്കാരം. കെവിൻ സാം ആണ്. ഇത് നമ്മളെ ദുബായ് അൽനാദയിൽ നമ്മളൊരു സ്ഥലം വരെ പോവാണ്. മർക്കട്ടോ ഷോപ്പിംഗ് മാള്. ഏതാ അതിന്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ക്യാപ്റ്റൻ അമേരിക്ക 4 എന്ന് പറഞ്ഞ ബ്രെയിൻ ദ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ പടം കാണാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട്. 12 മണിക്കാ ഷോ. ഇപ്പൊ തന്നെ മണി 9:30 അപ്പൊ ഇനി നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ബസ് വരും എന്ന് പറഞ്ഞാൽ ഗൂഗിള് മെൻഷൻ ചെയ്തിട്ടുള്ള. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇനി ബസ്സിൽ കയറി ഇനി ഒരു 1 hour ട്രിപ്പ് യാത്ര ചെയ്യും. പിന്നെ ഈ ദുബായിലുള്ള പ്രത്യേകത ഈ ഷാർജ പോലെ ഇത്ര ഇങ്ങനെ യാത്ര ചെയ്ത് ചുമ്മാ തലയ്ക്ക് വട്ട് പിടിക്കത്തില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥലത്തും പോവാന് ഈ അല്ലാതെ ബസ്സുണ്ട്. അതുകൊണ്ട് സുഖം പരിപാടി ഉള്ള കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി യാത്ര തുടങ്ങാം. 9:30 ഇപ്പം ഒരു 5 മിനിറ്റുള്ളിൽ ബസ് വരും. ഈ ബസ്സിലെ വിശേഷങ്ങളായിട്ട് പോകാം. അങ്ങനെ നമ്മൾ X30 എന്ന് പറഞ്ഞ വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തിയിരിക്കുക ദുബായിൽ ജുമേറ ബീച്ചിന്റെ അടുത്ത്. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ മർക്കീറ്റോ ബസ് സ്റ്റേഷന്റെ അവിടെ മർക്കീറ്റോ ഷോപ്പിംഗ് മാളിന്റെ അങ്ങോട്ടാണ്. അപ്പൊ ഇനി ഇവിടെ അടുത്തൊരു ബസ് പിടിക്കണം. ബസ് നമ്പർ 9 8 കയറുമ്പോഴാണ് അവിടെ എത്തുന്നത്. ഞാൻ വെയിറ്റിംഗ് ആണ്. 2 മിനിറ്റിനുള്ളിൽ ബസ് കയറുമ്പോൾ കയറുക, യാത്ര ചെയ്യുക. ഓക്കെ. ഇപ്പൊ 1 hour യാത്രയ്ക്ക് ശേഷം അല്ലാതെ 1 മണിക്കൂർ യാത്രയായിട്ട് ഇവിടെ എത്തിയത്. ഇനി ഒരു അരമണിക്കൂറത്തെ യാത്ര കൂടെ കഴിയുമ്പോൾ നമ്മൾ ഷോപ്പിംഗ് മാളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മെർക്കോറ്റന്റെ അങ്ങനെ മുന്നിൽ നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ സത്യം പറഞ്ഞ ഒരു 11 മണി ആയപ്പോഴേ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ സിനിമ ആരംഭിക്കുന്ന ഒരു 12 മണിക്ക് ശേഷമാണ്. പിന്നെ 1 മണിക്കൂർ ഭാഗത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നോക്കാം. അപ്പോ ഇപ്പൊ യാത്ര തുടങ്ങാം. ഇപ്പൊ ഏതായാലും ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ജുമേറ ബീച്ചിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു സർപ്രൈസ്. ഇതൊരു പാർട്ട് 1 വീഡിയോ. ഇന്ന് ഞായറാഴ്ച ദിവസത്തെ സൺഡേ വൈബ്സിന്റെ. പിന്നെ പാർട്ട് 2 ഉണ്ട്. ഇന്ന് തന്നെ അത് ചെയ്ത് ഇന്ന് തന്നെ അത് ക്ലിയർ ആക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ സിനിമ കണ്ടതിന് ശേഷമായിരിക്കും ജുമേറ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഏതായാലും നന്നായിട്ടത് ആസ്വദിക്കാം. അപ്പൊ ഇനി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ മോൾ. സുഹൃത്തുക്കളെ ഇവിടെ എല്ലാം കണ്ടു തീർത്തു. പിന്നെ നമുക്ക് ഇവിടെ ക്യാമറ റെസ്ട്രിക്ഷനും കാര്യങ്ങളുണ്ട്. പിന്നെ അധികം വീഡിയോ എടുക്കേണ്ടതെന്ന് ഓർത്താം. പിന്നെ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും നാട്ടുകാരെ പറയിപ്പിക്കണം. ഏതായാലും മെർക്കിറ്റോ മോള് കൊള്ളാം കേട്ടോ. ശരിക്കും ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഹിസ്റ്റോറിക്കൽ മോള് പോലെ ഇരിക്കുന്നത്. സാറിന് ഇപ്പൊ ഷോപ്പിംഗ് മോളിലൊക്കെ ചെല്ലുമ്പോൾ ടൈൽസ് ആണെങ്കിലും പിന്നെ ഡിസൈനും കാര്യങ്ങളും നമ്മളെ കൊച്ചിയിലെ ലുലു മോള് പോലല്ലേ അതുപോലെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇവിടെ അതിങ്ങനെ അല്ല. വേറൊരു ഇപ്പൊ ടൈൽസ് അല്ലേ ഇവിടെ എല്ലാം ഇങ്ങനെ ഈ വേറെ തരം ടൈൽസ് വെക്കുന്നത് സാർ നമ്മുടെ പാർക്കിലും അവിടെയൊക്കെ കാണുന്ന പോലെ അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ കൊള്ളാം കേട്ടോ. ഒരു ഒരു കൈൻഡ് ഓഫ് നമ്മളൊരു 90s-ലെ 80s-ലെ മോളിൽ വന്ന ഒരു ഫീലാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. പിന്നെ ഇവിടെ നടന്ന് കാണാൻ ഇങ്ങനെ നിരത്തി കാണാൻ ഒരുപാടൊന്നും മാത്രം ഇപ്പൊ നമ്മള് ഷാർജ സിറ്റി സെന്റർ പോലെ അല്ലെങ്കിൽ ഇബിൻ ബത്തുത്ത മാള് പോലെ അത്രയൊന്നും ഒരു നോർമൽ മാള്. പിന്നെ ഇവിടെ സിനിമ കാണാൻ വരുവാണ്. ഇതിപ്പോ ഞാനൊക്കെ അവരുടെ സിനിമ കാണാൻ ഇങ്ങോട്ട് വന്നു. അല്ലാതെ ഇപ്പൊ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഒരു അത്രയൊന്നും ഇല്ല കാണാൻ. ഇവിടെ വരുന്നവര് സാധാരണ എന്തെങ്കിലും ഇപ്പൊ തൊട്ടടുത്ത് ജുമേറ ബീച്ചിൽ പോകാനോ അല്ലെങ്കിൽ ഈ ഏരിയ ഒന്ന് കാണാൻ വരുന്നവരാണ് ഇടയ്ക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നത്. ഇവിടെ ശരിക്കും ഒരു ഷോപ്പിംഗ് മാൾ ആണെന്ന് പറഞ്ഞാലും ബേസിക്കലി ഒരു ചെറിയൊരു ഫുഡ് സെന്റർ ആണ്. കുറെ വെറൈറ്റി ഫുഡ് കിട്ടുന്ന സ്ഥലവും പിന്നെ പിന്നെ ചില ഇപ്പൊ സ്പെഷ്യൽ ബ്രാൻഡ്സ് കിട്ടുന്ന ഇതാ തുണികളൊക്കെ കിട്ടുന്ന സ്ഥലവും വാച്ച് കിട്ടുന്ന സ്ഥലവും ഒക്കെയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ പിന്നെ ഇപ്പൊ സിനിമ കാണാൻ വരുമ്പോ ഇപ്പൊ 1 മണിക്കൂർ നേരത്തെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് കറങ്ങി എല്ലാം കണ്ട് പതുക്കെ പടം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് ഇപ്പം പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഇങ്ങോട്ട് നേരെ കയറുമ്പോൾ മൂവി കാണുമ്പോഴേ ഒരു പ്രത്യേക വല്ലാത്ത ക്ഷീണവും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഇതാണ് അങ്ങനല്ല. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ നിന്ന് കുറച്ചു നേരം ഇവിടെ എല്ലാം സ്ഥലമൊക്കെ കണ്ട് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പടം കാണുവാണെങ്കിൽ ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് ഒരു ഫീല് നൈസ് ഫീലായി. പക്ഷെ പടം അതുപോലെ നല്ലതായിരിക്കണം. അല്ലെങ്കിൽ പടം തുടങ്ങുമ്പോൾ ഒരു ബറോസിന്റെ കൂട്ടൊരു കൂതറയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഈ ബറോസിന്ന് എടുത്തു പറയാൻ കാരണം ഞാൻ ഇന്നലെ OTT പടം കണ്ട് ഞാൻ അന്നേരം ഓർത്തു ചുമ്മാതല്ല പൊട്ടിപ്പൊട്ട് എന്തോ ഒരു നാടകം ടൈപ്പും പടം
അയ്യോ! ഞാൻ പിന്നെ എടുത്ത് പറയാൻ കാരണം ഇതിന്റെ ഇടയ്ക്ക് ഇത് പറയാൻ കാരണംന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ രാത്രി 2 മണിക്കൂർ ഇരുന്നിട്ട് ആ പടം കണ്ട് തീർത്തതാ. ചുമ്മാതല്ല പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഉള്ള കാര്യം പറയാമല്ലോ, മോഹൻലാലിന്റെ പടങ്ങൾ ഏതൊരെണ്ണം എത്ര ഫ്ലോപ്പാണെങ്കിലും OTT വന്നാലും ഞാൻ കാണും. കാരണം ചെറുപ്പം മുതലേ അങ്ങേരുടെ പടം കണ്ട് ശീലിച്ച് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. പക്ഷേ അല്ലാതെ ഒരു പ്രാവശ്യം കാണത്തുള്ളൂ. ചീറ്റിയ പടമാണെ ഒന്നേ കാണത്തുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ലൂസിഫർ കുറെ നാളുകൾക്ക് ശേഷം ഇതിനകത്ത് യൂട്യൂബിൽ കണ്ട്. ഇപ്പോഴും അത് ബോറടിക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെ ലൂസിഫർ. കാരണം അത് ഇത്ര നല്ലോണം മേക്ക് ചെയ്ത് വെച്ച് പുള്ളിയാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിക്കണം, അന്ന് മുഖത്ത് ബോട്ടക്സ് എല്ലാം അടിച്ചതിന് ശേഷം 4-5 മാസം ശേഷമാണ് പുള്ളി ലൂസിഫറിൽ അഭിനയിക്കുക. എന്നിട്ടും പുള്ളി നന്നായിട്ട് അഭിനയിച്ചു. എന്നിട്ട് അത് റീമേക്ക് ആയിട്ട് ചിരഞ്ജീവിയുടെ കൈ കിട്ടിയപ്പോ കുളമായിപ്പോയി. അപ്പൊ പുള്ളി അങ്ങനത്തെ റോൾസ് എടുത്തു കഴിഞ്ഞാൽ എന്തോ ബോട്ടക്സ് അടിച്ചെന്ന് പറഞ്ഞാലും പുള്ളിയുടെ ലെവലിൽ എത്താൻ ഇന്ത്യയിൽ ആർക്കും പറ്റത്തില്ല. അതിന്റെ തെളിവാണ് ആ ലൂസിഫറിന് മനസ്സിലാവും. പക്ഷെ അത് അങ്ങനത്തെ പടം എടുക്കണം പുള്ളി. പിന്നെ L2 വരുന്നുണ്ട്, എമ്പുരാന്. ഇതിപ്പോ ഒന്ന് ആലോചിക്കണേ, നേരിന് ശേഷം 2023 നേരിന് സമയത്ത് നമ്മൾ കണ്ടതാണ് പുള്ളി എന്തുമാത്രം നന്നായിട്ട് അഭിനയിച്ചെന്ന്. ഇപ്പൊ മുഖത്തെ ആ ഒരു ഇതൊക്കെ പോയി തുടങ്ങി. ഇപ്പൊ ഡയലോഗ് ഡെലിവറി പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ട്, എക്സ്പ്രഷൻസ് പറ്റുന്നുണ്ട്, അഭിനയം പഴയ പോലെ വരുന്നുണ്ട്. അപ്പൊ നേര് തന്നെ ഒരു തെളിവാണ്. അപ്പൊ നേരിന്റെ ആ സമയത്ത് ആ ലൂസിഫർ 2 ഷൂട്ടിനനുസരിച്ച് അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പൊ ആ ബോട്ടോക്സ് അടിച്ച് 8 വർഷം ശേഷം ഉള്ള ഫേസ് വെച്ച് എന്താ പറയാ, നമ്മുടെ മോഹൻലാൽ എങ്ങനെയാണ് L2 അഭിനയിക്കുന്നത്. അപ്പൊ ഇനി ഒരു ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്ക് 8 വർഷമാകും ബോട്ടക്സ് അടിച്ചിട്ട്. അപ്പൊ നോർമൽ ആവേണ്ട സമയമായി. ഇനി താടി ഒന്ന് എടുത്ത് കഴിയുമ്പോൾ കാണാം നമുക്ക് എങ്ങനെയാ മോഹൻലാലിന്റെ ഇപ്പത്തെ പുതിയ ഫേസും അഭിനയം ഒക്കെ പഴയ പോലെ വരുന്നത് എങ്ങനെയാവും. 8 വർഷം പുള്ളി താടി വെച്ച് പുള്ളി സ്ട്രഗിൾ ചെയ്യുക വാസ്തവം. അപ്പൊ അതാണ് ഇന്നലത്തെ ഒരു വിശേഷം. ഞാൻ ഇതിപ്പോ ഇടയ്ക്ക് പറയാൻ കാരണം, ഞാൻ ഇന്നലെ ബറോസ് കണ്ടു. ഇപ്പം കണ്ടപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് മോഹൻലാലിന്റെ L2 കാണാൻ വേണ്ടി. കാരണം ബറോസ് കണ്ടതിന്റെ ക്ഷീണം ശരിക്കും ഇന്ന് ഇത് തീർത്തേ പറ്റുള്ളൂ. ഇനി ഒന്ന് 2-3 യാത്ര കഴിയുമ്പോഴത്തേക്ക് ഇന്നലത്തെ രാത്രിയിലെ ക്ഷീണം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തീരും. പിന്നെ ഉള്ളത് പിന്നെ പിന്നെ ഓഫ് കോഴ്സ് മോഹൻലാലിന്റെ കരിയറിൽ ഞാൻ ഒരു കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണ് എമ്പുരാന്. എമ്പുരാൻ പിന്നെ വന്നു കഴിയുമ്പോ എന്താ, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സിനിമ ഹൈ ലെവലിൽ ഹിറ്റാണ്. ഞാൻ നേരത്തെ കിങ് ഓഫ് കൊത്ത ഇറങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം. കിങ് ഓഫ് കൊത്ത ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ L2 L2 ആകുമ്പോഴേ ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു. കാരണം പൃഥ്വിരാജുമായിട്ടുള്ള ഫെയ്ത്ത് ആണ്. പൃഥ്വിരാജ് പാൻ ഇന്ത്യൻ സിനിമ തന്നെ ആക്കുമെന്നുള്ള പ്രതീക്ഷ. അന്ന് കിങ് ഓഫ് കൊത്തയുടെ സമയത്ത് ഓരോരുത്തന്മാര് കാണണമായിരുന്നു. എന്നിട്ട് എന്നെ ഡീഗ്രേഡിങ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത വിളിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പടം ഇറങ്ങിയപ്പോൾ 8 നില പൊട്ടിയ ഒരു കൂതറ. അപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്നിട്ട് അതാ പറഞ്ഞു, ഇത് മാർക്കോ ആണ് സത്യം പറഞ്ഞ ആ പ്രതീക്ഷയെ തകർത്ത്. ഞാനത് മാർക്കോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനത്തെ ഒരു പാൻ ഇന്ത്യൻ ലെവൽ പടം, ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് നമ്മുടെ മലയാളത്തിലുള്ള. മിനി L2 ഓഫ് കോഴ്സ് വർഷങ്ങളായിട്ട് ഞാൻ 2020 തൊട്ട് 2021 തൊട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പൃഥ്വിരാജിന്റെ L2 വേറെ ലെവല് തന്നെ ആയിരിക്കണം, ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെ ആയിരിക്കണം. അപ്പൊ നോക്കാം. അടുത്ത മാസം 27 മാർച്ച് 27 ആന L2 വരുവാണ്. സോ അപ്പൊ അതുകൊണ്ടപ്പോ ഇങ്ങനത്തെ കുറെ വിശേഷങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കുറെ നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു യൂട്യൂബിൽ. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെന്തോ ഇപ്പൊ യൂട്യൂബിലൊന്നും വീഡിയോ ഇടാനുള്ള ഒരു മൂഡോ താല്പര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുറെ നാള് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയിരുന്നു. പിന്നെ ഇനി തൊട്ട് അങ്ങോട്ട് ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും ശ്രദ്ധയ്ക്ക് ഞാനിപ്പോ ഷാർജയിലല്ല താമസിക്കുന്നത്, ദുബായിലാണ്. ഇപ്പൊ ദുബായിലെ വീട് മാറാനൊരു കാരണം വേറൊന്നുമല്ല, യാത്ര തന്നെ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഷാർജയിലെ ട്രിപ്പും കാര്യങ്ങളും യാത്രയും കാര്യങ്ങളൊക്കെ ഒരു മടുപ്പായി മാറി. പിന്നെ ഞാൻ അല്ലാതെയിലോട്ട് വീട് മാറില്ല കേട്ടോ. എല്ലാവരും ശ്രദ്ധയ്ക്ക് ഞാൻ ദുബായ് അല്ലാതെ ആ ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പം അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വിശേഷം. പിന്നെ ഇവിടുത്തെ വിശേഷം ഇപ്പൊ ഇനി സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി
സിനിമയുടെ അഭിപ്രായം പറയും. അത് കഴിഞ്ഞിട്ടൊരു പാർട്ട് 2 ഈ വീഡിയോന്റെ ഒരു പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മുടെ ജുമേറ ബീച്ചിന്റെ ഒരു വീഡിയോ ഇടാം. ഓക്കെ, സോ ഇപ്പൊ സമയം ഒരു ഏകദേശം 11:30 ആയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ് നമ്മൾ കാണാൻ പോകുന്നതായിരിക്കും. സ്പോയിലേഴ്സ് ഒന്നും ഞാൻ കണ്ടില്ല. 3-4 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഒന്നും തുറക്കുന്നില്ല ക്യാപ്റ്റൻ അമേരിക്ക റിലേറ്റഡ്. കാരണം നമ്മളിപ്പം ഡേ 1 തന്നെ പണ്ടത്തെ നാട്ടിലായിരിക്കുന്ന സമയത്ത് പോലെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സൺഡേയിലേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്കപ്പം കാണാം. Let's see. കണ്ട വിളമ്പന്മാരാണ് ഇത് വേറെ ഭാഷ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹേ ഗായ്സ്, അങ്ങനെ സിനിമയൊക്കെ കണ്ട് അങ്ങനെ വെളിയിൽ ഇറങ്ങി. ഇപ്പൊ 2 മണിക്കൂറത്തെ ഒരു പടമായിരുന്നു ക്യാപ്റ്റൻ അമേരിക്കയുടെ 4ാം ഭാഗം. അപ്പം പടം ഏതായാലും കുഴപ്പമൊന്നുമല്ല. 2 hours ഏതായാലും കണ്ടിരുന്നു, എൻജോയ് ചെയ്തു. പിന്നെ ഉദ്ദേശിച്ച പോലെ എന്താ പറയാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ സർപ്രൈസസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 1-2 ക്യാമിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഒക്കെ കണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സത്യം പറഞ്ഞ ഈ ട്രെയിലറിൽ കൂടുതൽ കാണിച്ച ഒരു ക്ലൈമാക്സ് ഭാഗമായിരുന്നു. അത് എടുത്തെടുത്ത് കാണിച്ചു. അതായിരുന്നു ക്ലൈമാക്സ്. ക്ലൈമാക്സിൽ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവന്നായിരുന്നെങ്കിൽ നമുക്കൊരു സർപ്രൈസ് തോന്നിയേനെ. പക്ഷേ ആ ക്ലൈമാക്സിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഏതായാലും പടമൊക്കെ ഏതായാലും കൺക്ലൂഡ് ചെയ്തു. പിന്നെ സത്യം പറഞ്ഞ ഈ പടമാണെങ്കിൽ പല പ്രാവശ്യം റീഷൂട്ട് ചെയ്തതായിരുന്നു. എന്താ പറയാ, ടെസ്റ്റ് സ്ക്രീനൊക്കെ നടത്തിയപ്പോ ഒരു ഫേസ് 4 ഫേസ് 4 മാർവലിലെ അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷിറ്റ് ആയിരുന്നു ഫേസ് 5 ഈ ഒരു പടം, ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. അപ്പൊ റീഷൂട്ടൊക്കെ ചെയ്തിട്ടാണ് ഈ പടം ഇത്രയെങ്കിലും ബെറ്റർ ആക്കിയത്. എന്നാലും ഉദ്ദേശിച്ച പോലെ അത്ര സെറ്റ് അല്ല. ഇനി വരാൻ പോകുന്ന തണ്ടർബോൾട്സും പിന്നെ ഉള്ളത് ഫാന്റാസ്റ്റിക് ഫോർ. അതാണ് ഇനി അടുത്ത MCU പ്രോജക്ട്സ്. അതാണ് ഇനി ഞാനും വെയിറ്റ് ചെയ്യുന്നത് കാണാൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഏതായാലും ഈ പടം ഏതായാലും ആസ്വദിച്ചു. വലിയ കുഴപ്പമില്ല, ആസ്വദിച്ചു. ഇനി അടുത്ത നമ്മള് ജുമേറ ബീച്ച് വരെ ഒന്ന് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ, ഞായറാഴ്ചത്തെ വീഡിയോയുടെ പാർട്ട് 2 ആണ് ഇനി നമ്മള് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ പാർട്ട് 1 ക്യാപ്റ്റൻ അമേരിക്ക കണ്ടു. അങ്ങനെ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.